ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പാലക് ചിക്കൻ. നിങ്ങൾ പാലക് ചീര എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണുമല്ലോ. ആ പാലക് ചീര വെച്ച് നമ്മളൊരു ചിക്കൻ കറി വെക്കുകയാണ്. പാലക് ചിക്കൻ എന്നാണ് പേര്. നമുക്ക് വെജിറ്റബിളിൻ്റെയും ഗുണം കിട്ടും, നോൺ വെജിറ്റേറിയൻ്റെയും ഗുണം കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. ഞാൻ ഇന്നാണ് ചോറിനുണ്ടാക്കി നോക്കിയത്. സാധാരണ ഞാൻ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കാറ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാമേ. ഞാനിന്ന് കുറച്ച് ചിക്കനിലാണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു 350 ഗ്രാമോളം ചിക്കൻ വരും. അത് നന്നായിട്ട് നാരങ്ങാനീരൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബോണോടുകൂടിയ ചിക്കനാണ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും അല്പം ഉപ്പും 1 കപ്പ് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ കൂട്ടി തിരുമ്മി യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി തിരുമ്മിയതിന് ശേഷം അത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലക് ചീരയാണ് കേട്ടോ. വേറെ ഒരു തരം ചീരയും എടുക്കരുത്. പാലക് ചീര തന്നെ വേണം. ഈ ചീരയും നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തോളും. ദേ തിളച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് തണുത്തതിന് ശേഷം അത് അരിച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ ആ ചീരയിലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ചൂടായിട്ട് എടുത്തിട്ട് അരക്കല്ലേ മിക്സിയിൽ. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ആ ചീരയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്ത് അത് തരിതരിപ്പായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു കടായി അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം പട്ട ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 3-4 പല്ല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വന്നിട്ട് കൊടുക്കാം. മണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ആ വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കുമ്പോഴത്തേക്ക് കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതോ 1 ടേബിൾ സ്പൂൺ വരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ട് കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അത് പച്ചമണമൊക്കെ നല്ലതുപോലെ മാറണം. അത് കത്തി കൂട്ടി വയ്ക്കുകയും ചെയ്യരുത് കേട്ടോ. ഒന്നുകിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ തന്നെ മതിയാവും. ഇനി ഈ സമയത്ത് നമ്മൾ മിക്സിയിൽ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരുന്ന ആ ചീരയിലയും മല്ലിയിലയും കറിവേപ്പിലയും ജീരകവും കൂടെയുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഉള്ളിയായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ചിക്കൻ, അരമണിക്കൂർ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തവി കൊണ്ട് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാമേ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ വേകാൻ എത്രയും വെള്ളം വേണമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂട്ടി ഒഴിക്കാം. ഞാനിതൊരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ അടച്ചു വെച്ചു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഈ പരുവത്തിനായിട്ടുണ്ട്. എനിക്ക് അല്പം കൂടെ കുറുകി വേണം. അതുകൊണ്ട് അല്പം കൂടെ ഒരു 3-4 മിനിറ്റും കൂടെ ഇട്ട് കുറുക്കി എടുത്തപ്പോഴത്തേക്ക് സെമി ഗ്രേവി ആയിട്ട് നമ്മുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഗുണവും നോൺ വെജിറ്റേറിയൻ്റെ പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു നല്ല ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ചപ്പാത്തിക്ക് ഒന്ന് വെച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോറിനും കൂടെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.